Hi all, welcome to Salem SSC RRB. അപ്പോൾ SECR സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഒരു അപ്രന്റീസ്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് യോഗ്യതയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്നതിലേക്ക് നമുക്ക് കടക്കാം. SECR സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ നാഗ്പൂർ ഡിവിഷൻ വിളിച്ച ഒരു അപ്രന്റീസ്ഷിപ്പാണ്. ഇത് നിങ്ങൾക്ക് 5/4/2025 മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/5/2025 ആണ്. 4/5/2025 വരെ 4/5/2025 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. 5/4/2025 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഈ യോഗ്യതയുമായിട്ട് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ഉള്ള ശ്രമം തുടങ്ങിക്കൊള്ളുക. 5/4/2025 മുതൽ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഡേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/5/2025 ആണ്. സോ ഏതൊക്കെ പോസ്റ്റുകളിലാണ് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് വിളിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫിറ്റർ പോസ്റ്റിൽ ജനറൽ കാറ്റഗറിയിൽ 26 ഒഴിവുകളാണ് പറയുന്നത്. കാർപ്പന്റർ പോസ്റ്റിലാണെങ്കിൽ 15 ഒഴിവുകൾ. വെൽഡർ പോസ്റ്റിൽ 6 ഒഴിവുകളുണ്ട്. COPA, ഇലക്ട്രീഷ്യൻ തുടങ്ങി ഒഴിവുകൾ, ജനറൽ കാറ്റഗറിയുടെ ഒഴിവുകളെല്ലാം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആകെ ടോട്ടൽ 1007 ഒഴിവുകളാണ് നമ്മുടെ അപ്രന്റീസ്ഷിപ്പുമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇതിന്റെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട മോട്ടിവാഗ് വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഫിറ്റർ കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറിയിൽ 18 ഒഴിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെൽഡർ കാറ്റഗറിയിലായിട്ട് 4 ഒഴിവുകളും, വെൽഡർ കാറ്റഗറിയിലായിട്ട് 4 ഒഴിവുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ടോട്ടൽ അങ്ങനെ നമുക്ക് 1007 ഒഴിവുകളാണ് ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പിനായിട്ട് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എക്സാമിന്റെയോ ഇന്റർവ്യൂയുടെയോ ആവശ്യമില്ല എന്നുള്ളതാണ്. എക്സാമിന്റെയോ ഇന്റർവ്യൂയുടെ ആവശ്യമില്ലാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് റിക്രൂട്ട്മെന്റിലൂടെ SECR ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അപ്രന്റീസ്ഷിപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡി പോലെയുള്ള എക്സാമിന്, ഗ്രൂപ്പ് ഡി നമ്മൾ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു, എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഗ്രൂപ്പ് ഡി പോലെയുള്ള എക്സാമുകൾക്ക് 20% റിസർവേഷനാണ്. നമ്മൾ എക്സ് സർവീസ്മാൻ എന്നുള്ള രീതിയിലൊക്കെ പല റിസർവേഷൻ കാറ്റഗറി കാണാറുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിന് 20% റിസർവേഷനാണ് ഈ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഒക്കെ കിട്ടുന്നതായിരിക്കും. സോ ഇത് ചെയ്തവർക്ക്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയവർക്ക് റെയിൽവേ തരുന്ന 20%, ഇങ്ങനെ ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാമുകൾക്ക് 20% റിസർവേഷൻ പറയുന്നുണ്ട്. ദെൻ ഇവിടെയുള്ള ഏജ് ലിമിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയുടെ ഏജ് എന്ന് പറയുന്നത് നമ്മൾ ബോൺ ബിറ്റ്വീൻ 5/4/2021 ടു 5/4/2010 ഈ ഒരു ഡേറ്റിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. ദെൻ OBC കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 5/4/1990 തൊട്ട് 5/4/2010 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരായിരിക്കണം. SC/ST കാറ്റഗറി ആണെങ്കിൽ 5/4/96 തൊട്ട് 5/4/2010 വരെയുള്ള ആ ഒരു ഇയറിൽ ജനിച്ചവരായിരിക്കണം. ദെൻ PWD എക്സ് സർവീസ്മാൻ നോക്കുകയാണെങ്കിൽ 5/4/91 തൊട്ട് 5/4/2010 എന്നുള്ള ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരായിരിക്കണം. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് 50% ടോട്ടൽ അഗ്രിഗേറ്റ് മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവരായിരിക്കണം. പ്ലസ് നിങ്ങൾ ഏത് ട്രേഡാണോ ഉദ്ദേശിക്കുന്നത് അതിൽ ITI യോഗ്യതയുമാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സോ നമ്മുടെ ഏജ് പറഞ്ഞ പോലെ മിനിമം 15 ഇയേഴ്സ് ആസ് ഓഫ് 5/4/2025 മിനിമം 15 ഇയേഴ്സും മാക്സിമം 24 ഇയേഴ്സുമാണ് നമ്മുടെ ഒരു ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത്. സോ SECR എന്ന് പറയുന്ന ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് ഉടനെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്രന്റീസ്ഷിപ്പ് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളവർ തന്നെയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് https://www.apprenticeshipindia.gov.in ആണ്. സോ ഇത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സോ അത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലൂടെ കാര്യമായിട്ട് പറയാനുള്ളത്. കൂടാതെ തന്നെ സൈലം SSC RRBയുടെ RRB ഗ്രൂപ്പ് ഡി ടർബോ ക്രാഷ് ബാച്ച് നമ്മൾ ഏപ്രിൽ 23-ാം തീയതി നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഗ്രൂപ്പ് ഡിക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഡി ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടർബോ ക്രാഷ് ബാച്ച് നമ്മുടെ ഏപ്രിൽ 23-നാണ് ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. വെറും 1299 രൂപയാണ് ഈ ഒരു ബാച്ചിലേക്കുള്ള ഫീസ് എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.
ഓക്കെ, താങ്ക് യു.